തൃശൂർ മൂന്നിടങ്ങളിലാണ് ATM കവർച്ച. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATMലെ പണം കവരുകയായിരുന്നു. ഒന്നും രണ്ടൊന്നുമല്ല, 60 ലക്ഷത്തോളം രൂപ നഷ്ടമായതാണ് പ്രാഥമിക നിഗമനം. CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടിച്ച് മറച്ച ശേഷമാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. സൂരജ് തൃശൂരിൽ ചേരുന്നു. സൂരജ്, ഇത് പ്രധാനപ്പെട്ട വഴിയാണ്, ഇത് പ്രധാനപ്പെട്ട റോഡാണ്, പോലീസൊക്കെ എപ്പോഴുമുള്ള സ്ഥലമാണ്, ആളുകൾ എപ്പോഴുമുള്ള സ്ഥലമാണ്. എത്ര രാത്രിയാണെന്ന് പറഞ്ഞാലും അവിടുന്ന് കവർച്ച നടത്തിയെന്ന് പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു. സൂരജ്, ഹഷ്മി, പ്രവിധ, അത് തന്നെയാണ്, അവിശ്വസനീയമെന്ന് തോന്നാം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കേരള പോലീസും ഉൾക്കൊള്ളുന്നു. അവരുടെ സുരക്ഷ എത്രത്തോളം എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ കോലഴിയിലെ ATMലാണ്. ഇവിടെയാണ് കവർച്ച നടന്ന ഒരു രണ്ടാമത്തെ ATM. ആദ്യഘട്ടത്തിൽ നടന്നത് തൃശൂർ നായ്ക്കനാലിലുള്ള ATMലായിരുന്നു ആദ്യഘട്ടത്തിൽ കവർച്ചയുള്ളത്. രണ്ടാമത്തെ കവർച്ച നടന്നത് ഈ കോലഴിയിലാണ്. മൂന്നാമത്തേത് മാപ്രാണത്താണ്. ഈ മൂന്നിടങ്ങളിൽ നിന്നായാണ് 65 ലക്ഷം രൂപ, 60 ലക്ഷത്തിലധികം രൂപ, 65 ലക്ഷത്തിനടുത്ത് തുക നഷ്ടമായത് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇതിൽ 9 ലക്ഷം രൂപയാണ് നമ്മുടെ നായ്ക്കനാലിലെ SBIയുടെ ATMൽ നിന്ന് നഷ്ടമായതെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കോലഴിയിൽ നിന്ന് 25 ലക്ഷം രൂപയിലധികം നഷ്ടമായിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യമാണ് മാപ്രാണത്തുമുള്ളത്. ഇതിനു പിന്നിൽ പ്രൊഫഷണൽ സംഘമാണ്, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സംഘമാണ് എന്ന സൂചനയാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമ്മൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ചില സൂചനകൾ പോലീസിനുണ്ട്. സമാനമായ ഒരു കേസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നടന്നിരുന്നു. കണ്ണൂരിൽ നടന്നതിന് സമാനമായ മോഷണമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിന്റെ ഭാഗമായി കൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിലെ 8 ജില്ലകളിൽ പോലും ഈ സംസ്ഥാനത്തെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടം വിടാൻ, അതായത് ഈ പ്രതികൾ ഇവിടം വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന അതിർത്തികൾ പരിശോധിക്കുന്നതിന് ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തും പരിശോധനകൾ വ്യാപിപ്പിക്കുക എന്നൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തമിഴ്നാട്ടിലെ 8 ജില്ലകളിലടക്കം ഇപ്പോൾ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കാറിലെത്തിയ 4 അംഗ സംഘമാണ് ഈ മുഖംമൂടി ധരിച്ചുകൊണ്ട് ഇവിടെ കവർച്ച നടത്തുന്നത്. ആ സമയത്ത് കൃത്യമായ പ്ലാനിംഗ് അവരുടെ പക്കലുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഈ നായ്ക്കനാലിൽ 3 മണിക്ക് എത്തുന്ന സംഘം 10 മിനിറ്റ് കൊണ്ടാണ് ഈ കവർച്ച നടത്തുന്നത്. അതിന് എതിർവശത്ത് ഒരു ആശുപത്രിയുണ്ട്, തിരക്കേറിയ റോഡാണ്. അവിടെ ഈ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറുന്ന സംഘം ഷട്ടർ താഴ്ത്തിയിട്ട ശേഷം ഈ വാഹനം ഇതിനോട് ചേർത്തിട്ടു എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിനകത്ത് കയറി അവർ 10 മിനിറ്റിൽ താഴെ മാത്രം സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ ATM ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കുന്നു. അതിനുശേഷം അതിനകത്തുള്ള പണം കൈക്കലാക്കുന്നു. തൊട്ടു പിന്നാലെ കോലഴിയിലേക്ക് നീങ്ങുന്നു. കോലഴിയിലും സമാനമായ രീതിയിൽ തന്നെ ഇതേ സ്ട്രാറ്റജി തന്നെ കോലഴിയിലും ഉപയോഗിക്കുന്നു. അങ്ങനെ SBIയുടെ ATMകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കവർച്ച നടത്തുന്നു. ആ സമയത്ത് SBIക്ക് ഈ ATM തകർത്ത സമയത്ത് സന്ദേശം ലഭിക്കുന്നു. ഈ സന്ദേശം ഡൽഹിയിൽ നിന്ന് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് കൈമാറുന്നു. അങ്ങനെയാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. പക്ഷേ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുമ്പോഴേക്കും ഈ കവർച്ചാ സംഘം ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ കവർച്ചാ സംഘം സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് ആദ്യഘട്ടത്തിൽ തടസ്സമിടുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസിന്റെ ചടുലമായ നീക്കത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ പാലക്കാടും ഉൾപ്പെടെയുള്ള തൃശ്ശൂരിന്റെ സമീപ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതിന് പുറത്ത്, സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കാശ്മീർ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കോയമ്പത്തൂരിലടക്കം പാലക്കാടടക്കം ഇത്തരത്തിൽ ATM കവർച്ച നടത്തിയത് ഇതേ സംഘമാകാം എന്നൊരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ സുപ്രധാന സൂചനകൾ ലഭിക്കുന്നുവെന്ന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, പ്രവിധ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് കവർച്ച നടത്തിയിട്ടുള്ള സംഘമാണോ ഈ കവർച്ച നടത്തിയതെന്നുള്ള സംശയം പോലീസിനുണ്ട്. എന്തായാലും ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിനാകുമെന്നാണ്. ചെറിയ ടീമല്ല, അത്രത്തോളം വലിയ തിരക്കുള്ള വഴിയിൽ പോലീസിന്റെ ഒക്കെ കൺമുന്നിൽ എന്ന് പറഞ്ഞാൽ പോലീസൊക്കെ സ്ഥിരം പോകുന്ന വഴിയാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റൗണ്ട് കഴിഞ്ഞ് കുറച്ചും വരും മാത്രമുള്ള സ്ഥലമാണ്, പ്രധാന വഴിയാണ്. അപ്പോൾ അവിടെയൊക്കെ കവർച്ച നടത്തണമെങ്കിൽ അത് ചെറിയ ടീമല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ പ്ലാൻഡ് ഓപ്പറേഷനാണ്. നോക്കാം പോലീസ് എങ്ങനെയാണ് പോലീസിന്റെ നീക്കങ്ങൾ.